ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ എന്താ പറയുകയെന്ന് വെച്ചാൽ സ്കൂൾ ബസ് ട്രാക്കിങ്ങിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ സ്കൂൾ ബസ് ട്രാക്കിങ്ങിൽ നമ്മൾ സൊല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. RFID അതുപോലെ GPS ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. സ്കൂൾ ബസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൊല്യൂഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ GPS ആൻഡ് RFID ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ RFID കാർഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റം എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു സ്റ്റുഡന്റ് സ്കൂൾ ബസ്സിൽ എൻട്രി ചെയ്യുമ്പോഴും എക്സിറ്റ് ചെയ്യുമ്പോഴും RFID കാർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ടാപ്പ് ചെയ്യുന്നു. ആ സമയത്ത് സ്കൂൾ മാനേജ്മെന്റിനും അതുപോലെ തന്നെ പാരന്റ്സിനും ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അവർ എൻട്രി ആയോ എക്സിറ്റ് ആയോ ആ ഒരു ടൈം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അറിയാനായിട്ട് പറ്റും. നമ്മുടെ ഈ RFID കാർഡ്സും അതുപോലെ തന്നെ ഈ GPS ടെക്നോളജീസും യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് സ്കൂൾ മാനേജ്മെന്റിന് ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. സ്കൂൾ മാനേജ്മെന്റിന് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ബസ് ഏത് റൂട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത്, ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഏത് സ്റ്റുഡന്റ് എപ്പോൾ ഇറങ്ങി അവർ കറക്റ്റ് സമയത്ത് തന്നെയാണ് വീട്ടിലെത്തിയത്, ഈ വക ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അതിലൂടെ ലഭ്യമാകും. സ്കൂൾ മാനേജ്മെന്റിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി പാരന്റ്സിന് എങ്ങനെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. പാരന്റ്സിന്റെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻസും അലേർട്സും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം അവരുടെ സ്റ്റുഡന്റ് ഏകദേശം എത്തുന്ന സ്ഥലത്തിലേക്ക് 2 minutes എത്താറാകുമ്പോഴത്തേക്കും അവർക്ക് നോട്ടിഫിക്കേഷൻസും അലേർട്ടും കാര്യങ്ങളൊക്കെ ലഭ്യമാകുന്നതാണ്. ഇനി നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇപ്പം പാരന്റ്സ് മിക്കതും എല്ലാവരും ജോലി ചെയ്യുന്നവരായിരിക്കും. ഡെയിലി വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് കുട്ടികളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവർക്ക് ഭയങ്കര കൺസേൺ ആയിരിക്കും, അവരുടെ കുട്ടി സ്കൂളിലെത്തിയോ തിരിച്ച് വീടുകളിലേക്ക് എത്തിയോ എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അവർക്ക് ഭയങ്കര കൺസേൺ ആയിരിക്കും. സോ അതിനുള്ള സൊല്യൂഷനും കൂടിയാണ് നമ്മുടെ സിസ്റ്റം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം ഒരു സ്കൂളിലേക്ക് എത്തുന്ന ടൈം ആയാലും തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന ടൈം ആയാലും 2 minutes ഉള്ളിൽ അവരുടെ നോട്ടിഫിക്കേഷൻസും SMS-ഉം അവരുടെ മൊബൈലിൽ കിട്ടുന്നതായിരിക്കും. ഇപ്പൊ ഇന്നത്തെ നവ ഡേയ്സിൽ എല്ലാവരും വർക്ക് ചെയ്യുന്നവരായിരിക്കും, പുറത്ത് വർക്ക് ചെയ്യുന്നവരായിരിക്കും, ഓഫീസ് വർക്കിൽ, അതുപോലെ വർക്ക് ഫ്രം ഹോം അങ്ങനെ മറ്റുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ കുട്ടികളെ എങ്ങനെ സുരക്ഷിതമായിട്ട് ആക്കാൻ പറ്റും എന്നുള്ളതിനൊരു സൊല്യൂഷൻ കൂടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ സ്കൂളിലേക്ക് എത്തുന്നതും തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതും അതൊരു വലിയൊരു കൺസേൺ ആണ് പാരന്റ്സിന്. ഏത് സമയത്താണ് അവരെത്തുന്നത്, എത്തിയിട്ടുണ്ടാവോ എന്നുള്ളതൊക്കെ എല്ലാവരും ആലോചിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതറിയാൻ വേണ്ടിയിട്ടാണ് ETA, എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് അവർ എത്താറാകുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻസ് ഒരു 2 minutes അല്ലെങ്കിൽ 1 minute ഒക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻസ് SMS ഒക്കെ ആയിട്ട് പോകും. അപ്പം പാരന്റ്സിന് അതിനനുസരിച്ച് അവരുടെ മക്കളെ പിക്കപ്പ് ചെയ്യാനും ഡ്രോപ്പ് ഓഫ് ചെയ്യാനും ആയിട്ട് പറ്റും. ഇപ്പം നമ്മുടെ ഈ വെഹിക്കിൾസിൽ SOS ഉണ്ട്, അതായത് പാനിക് ബട്ടൺസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓട്ടോമാറ്റഡ് റിപ്പോർട്ട്സ്, അനലിറ്റിക്സ്, അതുപോലെ തന്നെ ട്രിപ്പിൽ എന്തെങ്കിലും ഡിലേസ് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും റൂട്ട് വയലേഷൻസ് ഒക്കെ നമുക്കിതിലൂടെ ലഭ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ സ്കൂൾ ERP സോഫ്റ്റ്വെയർ ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇതാണ് RFID കാർഡ്. ഇതിലിപ്പം ഓരോ സ്റ്റുഡൻസും ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും സ്കൂൾ മാനേജ്മെന്റൽ സോഫ്റ്റ്വെയറിലേക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ടാപ്പ് ചെയ്തതുകൊണ്ട് അവർക്ക് അതിലെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടും. അവർ പ്രസന്റ് ആയാലും ആബ്സെന്റ് ആയാലും അവർക്ക് അതിന്റെ ഇൻഫർമേഷൻസ് അപ്പം തന്നെ നമുക്ക് ലഭ്യമാകുന്നതാണ്. നമുക്ക് സ്റ്റുഡൻസിന്റെ സേഫ്റ്റിയാണ് നമ്മൾ നവഡേയ്സിൽ ഏറ്റവും കൂടുതലായിട്ട് നോക്കുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരന്റ്സിന്റെ ഈ കൺസേൺ മാറാൻ വേണ്ടിയിട്ടും സ്കൂൾ മാനേജ്മെന്റിന്റെ കൺസേൺ മാറാൻ വേണ്ടിയിട്ടുമാണ് നമ്മുടെ IoT സിസ്റ്റംസ് ഈ സൊല്യൂഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.